അത്യുന്നതനും മഹാപരിശുദ്ധനും എളിമയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അത്യുന്നതമായ നാമം ഇന്നും എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുത്രനാകുന്ന യേശുക്രിസ്തുവിൽ കാണിച്ച ദിവ്യസ്നേഹം പരിശുദ്ധാത്മാവാൻ ദൈവത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകരുന്ന സ്വർഗീയ പിതാവിൻ്റെ മഹത്തരമായ ആ ദിവ്യ കാരുണ്യത്തിനും സ്നേഹത്തിനുമായി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഒരു ദിവസം കൂടെ ദൈവം കൃപയാൽ നമ്മുടെ ജീവിതത്തിൽ തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൽ തന്നെ സ്വർഗീയ മാലാഖമാർ പാടിയ ആ മനോഹര സംഗീതം എക്കാലത്ത് മനുഷ്യരാശിയെ അത് ചിന്തിപ്പിക്കുന്നതാണ്, പ്രചോദിപ്പിക്കുന്നതാണ്. ആ ഒരു അനുഭവത്തിലേക്കുള്ള ആഹ്വാനമാണ് അത് നമുക്കിപ്പോഴും തരുന്നത്. ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്നാണ്. ദൈവപ്രസാദം ലഭിക്കാൻ എന്ത് ചെയ്യണമെന്ന് വ്യക്തമായിട്ട് കർത്താവ് തന്നോട് ചോദിച്ചവരോട് പറയുന്നുണ്ട്. കർത്താവ്, ദൈവത്തിൻ്റെ പ്രസാദമുള്ള പ്രവൃത്തികളെ ചെയ്യാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ച സമൂഹത്തോട് യേശു വളരെ വ്യക്തമായി പറഞ്ഞു, അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രയെന്ന് പറഞ്ഞു. പിതാവാം ദൈവം അയച്ച പുത്രനാകുന്ന യേശുക്രിസ്തു വിശ്വസിക്കുന്നതാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്ന് പറയും. അത് പ്രവൃത്തിയായിട്ട് എങ്ങനെ മാറുന്നത്? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്തിൽ കൂടുന്ന ആ രക്ഷയിൽ കൂടെ നമുക്ക് പിന്നെ നമ്മൾ സൽപ്രവൃത്തികൾക്കായിട്ട് നമ്മൾ മുന്നേമിച്ചവരാണെന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ നയിക്കുകയും തുടർന്ന് നമ്മൾ സൽപ്രവൃത്തികൾ ഉത്സുകരായി മാറുകയും അത് നമ്മുടെ ദൗത്യമായി മാറും. പ്രതിഫലം നോക്കിയല്ല മറിച്ച് ലഭിച്ചതായ അനുഗ്രഹങ്ങളുടെ ആ മഹത്വം മനസ്സിലാക്കി നമ്മളിൽ വ്യാപരിക്കുന്നതാണ് ദൈവിക പ്രവൃത്തി എന്ന് പറയുന്നത്. അതാണ് വാല്യുബിൾ, അതാണ് വിലയുള്ളത്, അതാണ് നിലനിൽക്കുന്നത്. മറ്റുള്ളതെല്ലാം താൽക്കാലികമാണ്. കർത്താവ് തൻ്റെ ഗുരുപ്രഭാഷണത്തിൽ ഓരോന്ന് പറയുമ്പോഴും നിങ്ങൾ ഉപവസിക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ഭിക്ഷ കൊടുക്കുമ്പോൾ എല്ലാം എങ്ങനെയായിരിക്കണം, മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെയായിരിക്കണമെന്ന് അവിടെ പറയുന്നുണ്ട്. രണ്ടിതാണ്. ഒന്ന് താൽക്കാലികമായ പ്രതിഫലം, അവർ തന്നെ ആഗ്രഹിക്കുന്നത് എന്താണ്? പ്രശസ്തിയാണോ, പേരിനാണോ? അത് ലഭിച്ചാൽ പിന്നെ അതിന് പ്രതിഫലം പോയി എന്ന്. എന്നാൽ ഒരു നല്ല മനസ്സോടെ ദൈവത്തിൻ്റെ ആ സൽഗുണ പൂർത്തി നമ്മളിൽ വെളിപ്പെടാൻ വേണ്ടിയായിരിക്കണം ആ പ്രവൃത്തികൾ. സ്വർഗസ്ഥനായ പിതാവിൻ്റെ നാമം മഹിമപ്പെടാനായിരിക്കണം ആ പ്രവൃത്തികൾ നമ്മൾ ഉദ്ബോധിപ്പിക്കുകയാണ്. ആ ഒരു പ്രവൃത്തിയിലേക്ക് നമ്മൾ നടത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ സങ്കീർത്തനത്തിലെ ആരോഹണ ഗീതത്തിലെ 14-ാമത്തെ അതിലേക്ക് വന്നിരിക്കുകയാണ്. 15 എണ്ണമാണ് ആരോഹണ ഗീതം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അതായത് രണ്ടാമത്തെ പടിയിലേക്ക്, ആരംഭത്തിൽ നിന്ന് താഴെ നിന്ന് മുകളിലേക്കുള്ള 14-ാമത്തെ പടി. അപ്പോൾ ഇനി ഒരു സ്റ്റെപ്പും കൂടെ ഉള്ളൂ അതിൻ്റെ കയറിയതിൽ നിന്ന് അതിൻ്റെ. അപ്പം ഇവിടെ ഏറ്റവും ഉന്നതമായൊരു സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. വളരെ മനോഹരമാണ് അതിൻ്റെ ക്രമീകരണം പോലും, നന്നായിരിക്കുന്നു, വളരെ ചിന്തോദ്യോഗമായിട്ടിരിക്കുകയാണ്. കാരണം ഇന്നത്തെ ഇത് പറയുന്നത് ഇതൊക്കെ കഴിഞ്ഞ് മുമ്പോട്ട് വന്നിട്ട് ദേവാലയത്തിൻ്റെ അതിനും പെട്ടകത്തിൻ്റെ കാര്യവും എല്ലാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചു. വന്നിട്ട് ഇവിടെ പറയുകയാണ് അതിൻ്റെ ഫുൾഫില്ലിങ്ങിലേക്ക് പോകുന്നതിന് ഇവിടെ പറയുകയാണ് 139-ാം സങ്കീർത്തനം, ചെറിയൊരു സങ്കീർത്തനം, 3 വാക്യം മാത്രമേ ഉള്ളൂ. അവിടെ പറയും, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. ഈ ഗ്യാതറിങ്, സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്ന എത്ര മനോഹരവും എത്ര ശുഭവുമാകുന്നു പറയാം. അപ്പം ഇതിലേക്കുള്ളതാണ് പ്രയാണം എന്ന് പറയുന്നത്. ഇതിൽ വന്ന് ചേരാത്തോടത്തോളം നമ്മുടെ പ്രവൃത്തികളും പ്രയത്നങ്ങളും എല്ലാം നിഷ്ഫലമാണ്. ഈ സ്നേഹത്തിൻ്റെ, സഹോദരത്തിൻ്റെ, ഐക്യമത്യത്തിൻ്റെ, ഒരു മനസ്സിൻ്റെ എല്ലാം അനുഭവത്തിലേക്ക് ക്രിസ്തീയത വരണം. അല്ലാത്ത പക്ഷം അതിന് സാക്ഷ്യമില്ല, അത് ദുർസാക്ഷ്യമാണത്. ഇവിടെ പറയാം എത്ര മനോഹരവും ശുഭവും, എത്ര മനോഹരവുമാണെന്ന് പറയുന്നത്. അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ വരുമ്പോൾ, ഇംഗ്ലീഷിലെ എൻ്റെ അർത്ഥം വരുമ്പോൾ ഹൗ വണ്ടർഫുൾ ഇറ്റ് ഈസ്, ഹൗ പ്ലസൻറ്റ് for God's people to live together in harmony. ഗോഡ്സ് പീപ്പിൾ എന്ന് അവിടെ പറയുന്നത്, ദൈവജനമെന്ന് അവിടെ പറയുന്നത്. സഹോദരന്മാരെന്ന് മലയാളം ട്രാൻസ്ലേഷൻ വരുമ്പോൾ പറയും, പക്ഷേ അത് ഇംഗ്ലീഷ് വരുമ്പോൾ ഗോഡ്സ് പീപ്പിൾ എന്നാണ് പറയുന്നത്. കാരണം ലോകത്തോട് ലോകമയത്വത്തിൽ ഒരുമിച്ച് പോകാനായിട്ട് പറ്റുകയില്ല. പക്ഷെ ദൈവിക സാഹോദര്യം, അവനിൽ വിശ്വസിക്കുന്നവർ, ഗോഡ്സ് പീപ്പിൾ, ദൈവജനമെന്ന് പറയുന്നു, അവർ തമ്മിലുള്ള ഐക്യമാണ് ഇവിടെ ധ്വനിക്കുന്നത്, ഇവിടെ നമുക്ക് വിവരിച്ചു തരുന്നത്, ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതെത്രത്തോളം കൊണ്ട് നമ്മൾ ചിന്തിക്കുക. പരസ്പര ഭിന്നതകളും കലഹങ്ങളും
എല്ലാം ഇന്ന് നമ്മൾ സഭകളിലൊക്കെ കാണുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് പറയുമ്പോൾ എങ്ങനെയാണെന്നറിയില്ല, ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കേൾക്കുന്ന വാർത്തകളൊക്കെ ഭയങ്കര ഒരു ഇതിൻ്റെ ഒരു ഭരണസിരാ കേന്ദ്രത്തിന് മുമ്പിൽ നടന്ന അടി, വിശ്വാസികൾ പരസ്പരം തമ്മിൽ ഏറ്റുമുട്ടുക. ഒരേ ഇടവകയിൽ ഒരേ ഇതിലുള്ള വ്യക്തികൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുക. മറ്റുള്ളവരല്ല വന്നിട്ട് അവിടെ ആക്രമിക്കുന്നത്, ഇവർ തന്നെ പരസ്പരം അങ്ങ് ആക്രമിക്കുകയാണ്. എവിടെയാണ് ആത്മീയത? എവിടെയാണ് ദൈവികത? അതെല്ലാം പണ്ടേ മാഞ്ഞു പോയി എന്നാണ് തോന്നുന്നത്. കാരണം പൗരസ്ത്യ സഭകളിൽ ഈ വൈദികർക്കുള്ളതായ ഒരു ക്രമത്തിൽ അവിടെ ഒരു ഗീതമുണ്ട്. അവിടെ പറയുകയാണ്, അന്ത്യകാലം വന്നെത്തുമ്പോൾ ഭൂവിന് നാശം, അന്യായത്തിൻ മാലിന്യത്താൽ മുഴുകും ലോകം, ഈറ്റിൻ നോവ സ്ത്രീയെന്നോണം കേഴും ധാത്രി, ഷണ്ടകളാലും പോരുകളാലും വീഴാറാകുമെന്ന് അവിടെ പാടുന്നത്. പിതാക്കന്മാർ ദർശനത്തോടെ എഴുതി വെച്ചതാണ്. തുടർന്ന് പാടുന്ന വരികളൊക്കെ വളരെ പ്രയാസകരമാണ്. ദേവാലയം ഇവയെന്ന് നിൻ മഹാത്മ്യം നീങ്ങിയിടും നാദാമായും ദിനമാസന്നം. നിന്റെ മാഹാത്മ്യം മാഞ്ഞു പോകുന്ന ദിനം ആസന്നമായിരിക്കുന്നു. ദൈവമേ, ഞങ്ങളോട് കരുണ തോന്നണമേ എന്നാണ് അവർ പ്രാർത്ഥിച്ചത്. അതെല്ലാം അവർ ദീർഘദർശനത്തോട് പാടിയത് ഇന്ന് യാഥാർത്ഥ്യമായത് പോലെ നമുക്ക് തോന്നുകയാണ്. എവിടെയാണ്? എല്ലാം അധികാരത്തിനു വേണ്ടിയും വടംവലിയും സ്ഥാനങ്ങൾക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള കടിപിടിയും എല്ലാമാണ് നമ്മൾ കാണുന്നത്. എന്തെല്ലാമാണ്! എന്നാൽ ദൈവത്തിൻ്റെ പേരിലൊന്നുമില്ല. ഈ തല്ലിയും വഴക്ക് പിടിച്ചും ഒക്കെ ഈ അർപ്പിക്കുന്ന അർപ്പണം ആർക്ക് വേണ്ടിയാണ് ചിന്തിക്കുന്നില്ല അവർ. അവിശ്വാസികളുടെ മനസ്സ് പിശാച് കുരുടാക്കിയിരിക്കുന്നു. അവർ നാമധേയ ക്രിസ്ത്യാനികളാണ്. അവർ ദൈവികരെന്ന് പറയാൻ പറ്റുകയില്ല. അവർക്ക് ദൈവത്തെ അറിവില്ല. അവർക്ക് ദൈവത്തെ അറിഞ്ഞുകൂടെ. അവർക്ക് ദൈവത്തെ അറിയുന്നവർ അങ്ങനെ ചെയ്യുകയില്ല. ദൈവത്തെ അറിവുണ്ട്, പക്ഷെ അറിഞ്ഞിട്ടില്ല. അറിവും ദൈവത്തെ അറിയുന്നതും വ്യത്യസ്തമാണ്. ദൈവത്തെക്കുറിച്ചുള്ള അറിവുണ്ട്, പക്ഷെ ദൈവത്തെ അറിയത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയാം എത്ര ശുഭം, എത്ര മനോഹരമാകുന്നു ഈ ഒരു ഐക്യത്തിലേക്ക്. ഇത് വാസ്തവത്തിൽ ദൈവത്തെ അറിഞ്ഞ ഓരോ വ്യക്തികളും അങ്ങനെ കാര്യമാണ്. അബ്രഹാം പറയുന്നത്, അബ്രഹാമും ലോത്തും ഏറ്റവും മനോഹരമായത് അബ്രഹാമിൻ്റെ ജീവിതമാണ്. മനോഹരമായ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം കാണിച്ചെന്താണ്? ലോത്ത് അവനെൻ്റെ സഹോദരനാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ലോകത്തിനു വേണ്ടി വാദിക്കുന്ന അബ്രഹാമിനെ കാണുന്നുണ്ട്. പിന്നെ ഭാഗം വെക്കേണ്ടി വന്നപ്പോൾ നാം തമ്മിൽ സഹോദരങ്ങളല്ലോ, നമ്മളെന്തിനാ ഭിന്നിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ അവന് ലോകത്തിൻ്റെ അനുവാദം കൊടുക്കുക, തിരഞ്ഞെടുക്കാനുള്ള, ചൂസ് ചെയ്യാനുള്ള അനുവാദം കൊടുക്കും. അതെല്ലാം ശ്രേഷ്ഠ മാതൃകകൾ. അതുകൊണ്ട് അബ്രഹാമിന് കുറഞ്ഞു പോയിന്നുണ്ടോ? ഇല്ല. അത് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ദൈവം അബ്രഹാമിൻ്റെ തല ഉയർത്തി അവനുള്ള സമൃദ്ധിയിലേക്ക് ദൈവത്തിൻ്റെ കണ്ണു വായിക്കുകയാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. സ്നേഹത്തിന് വേണ്ടി, ഐക്യത്തിന് വേണ്ടി നിങ്ങൾ നഷ്ടപ്പെടുന്ന നഷ്ടങ്ങളൊന്നും നഷ്ടമല്ല. അത് നമുക്ക് അനുഗ്രഹത്തിൻ്റെ അത്യുച്ഛമായ അനുഭവത്തിലേക്ക് നമ്മൾ നയിക്കുന്ന ഒരു അനുഭവമായിട്ട് അത് മാറുകയാണ്. എഫേസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ പറയും, ഈ സഭകളിൽ ഉണ്ടാകേണ്ട ഐക്യം, വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടാകേണ്ട ഐക്യത്തെക്കുറിച്ച് ഒന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നൊരു ഭാഗമുണ്ട്. എഫേസർ 4-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ വായിക്കുക. അവിടെ പറയാം, കർത്തൃ സേവനിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണവിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങൾ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അവിടെ ഒന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, എല്ലാവർക്കും ഒരുവനാണ്, ഒരു വിശ്വാസം, ഒരു എല്ലാം. ഉപദേശങ്ങൾ പല രീതിയിലുണ്ടായിരിക്കാം, പക്ഷേ അതിൻ്റെ എത്തുന്ന എന്തിലേക്കാണ്? ആത്യന്തികമായ സ്വകീയ പിതാവിൻ്റെ സന്നിധിയിലേക്കല്ലേ? ആ ഒരു ബോധ്യത്തിലേക്ക്, അനുഭവത്തിലേക്കും ബോധത്തിലേക്കും വരാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പറയുന്നത്. അന്ത്യകാലം വരുമ്പോൾ അവസാന കാലഘട്ടത്തിൽ അത് വർദ്ധിച്ചു വരുമോ? ശരിയല്ല, സംശയമാണത്. കാരണം മനുഷ്യപുത്രം വെളിപ്പെടും ഭൂമി വിശ്വാസം കണ്ടെത്തുമെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. ഇതിലൂടെ പറയാൻ എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അതിനെ വർണ്ണിക്കാൻ സാമ്യപ്പെടുത്തിയാണ്. അത് വസ്ത്രത്തിൻ്റെ വിളമ്പിലേക്ക് നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹറോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവൻ്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹർമോന്യ മഞ്ഞുപോലെയുമാകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്.
2 ഉപമാനങ്ങൾ അവിടെ കൊടുക്കുകയാണ്. ഒന്ന്, അഹ്റോന്റെ താടിയിലേക്ക് ഒഴുകുന്ന വിശേഷ തൈലം, അഭിഷേകത്തിൻ്റെ സമയത്ത് അഹ്റോന്റെ തലയിൽ ചൊരിയപ്പെടുന്ന തൈലം, അത് അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയെ കാണിക്കുന്നത്. അങ്ങനെ തലയിൽ പകർന്ന് തുടങ്ങി ആ തൈലം താഴത്തേക്ക് ഒഴുകി മുഖത്തെല്ലാം അത് വന്ന് അത് വിളിമ്പിലേക്ക്, വസ്ത്രത്തിൻ്റെ വിളിമ്പിലേക്ക് ഒഴുകത്തക്കവണ്ണം സമൃദ്ധിയായ അഭിഷേകത്തിൻ്റെ അനുഭവമാണ് അവിടെ പറയുന്നത്. അത് അഭിഷേകത്തെ കാണിക്കുന്നതാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മൾ നിറയും തോറും ഈ ഐക്യവും സമാധാനവും സ്നേഹവും എല്ലാം നമ്മൾ നിറഞ്ഞു വരും. ഇല്ലാത്തടത്തോളം ഇല്ല, ശൂന്യത, ഡ്രൈ ആണ്, വരണ്ടതാണ്, വരണ്ട ഹൃദയങ്ങൾ പോലെ. സ്നേഹത്തിന് എല്ലാം വരൾച്ചയാണ് എല്ലാത്തിനും. എന്നാൽ ഇവിടെ ഈ അഭിഷേകത്താൽ അനുഗ്രഹ സമൃദ്ധി വരികയാണ്, സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ എല്ലാം സമൃദ്ധി വരികയാണ്. മാത്രമല്ല, ഈ അഭിഷേകം തലയിൽ നിന്നൊഴുകി ബുദ്ധിയിൽ നിന്ന് മാറി ഹൃദയത്തിലേക്ക് വന്ന് ഹൃദയപൂർവ്വമായി മാറി അതുപോലെ വസ്ത്രത്തിലേക്ക് പകർന്ന് അത് പിന്നെ അങ്ങോട്ട് പോയാൽ എങ്ങനെയാണ്? കൈകളിൽ കൂടെ പ്രവർത്തികൾ കഴിഞ്ഞിട്ട് കാലുകളിലേക്ക് പോയി നമ്മുടെ വാക്കുകൾ, പ്രവർത്തികളും ചെയ്തുകളും എല്ലാം ഈ അഭിഷേകത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കും. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കർത്താവേ, ഈ ഒരു അഭിഷേകം എനിക്ക് തരണമേ. ഒത്തൊരുമയുടെ, ഈ സഹോദരത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ ഈ ഒരു അഭിഷേകം എനിക്ക് തരണമേ, ഞങ്ങൾക്ക് തരണമേ, ദൈവജനത്തിന് തരണമേ, ദൈവസഭയ്ക്ക് തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹീത നൽകുമാറാകട്ടെ. ഇന്ന് വിശ്വാസികളുടെ ഇടയിൽ മാത്രമല്ല, പ്രബോധകരുടെ ഇടയിലും പരസ്പരം ചെളിവാരിയെറിയലും പരസ്പരം കുറ്റപ്പെടുത്തലുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് കണ്ടിട്ട് ശത്രുവാകുന്ന സാത്താൻ ആഹ്ലാദിക്കുകയാണോ? നമ്മൾ ചിന്തിക്കുക. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം വേദനിക്കുന്നതെല്ലാം മാറ്റിവെച്ച് സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുവാനായിട്ട് സാധിക്കണം. വന്നപ്പോൾ നീ എന്ത് കൊണ്ടുവന്നു എന്നുള്ളൊരു പാട്ടുണ്ട്. വന്നപ്പോൾ നീ എന്ത് കൊണ്ടുവന്നു, തിരിച്ചു പോകുമ്പോൾ നീ എന്ത് കൊണ്ടുപോകും. അതൊക്കെ നമുക്കറിയാം. പക്ഷെ എന്നിട്ട് നമ്മൾ എന്തിനൊക്കെയോ വേണ്ടി ഇങ്ങനെ പരസ്പരം കലഹിക്കുന്നത്, ആ ഒരു ഇതിൻ്റെ നമ്മൾ മാറട്ടെ. തുറന്നു പറയാം, സീയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞ് പോലെ മനോഹരമാണ്. അത് എല്ലാവർക്കും അത് അനുഗ്രഹമായിരിക്കും. സീയോൻ പർവ്വതത്തിൽ പെയ്യുന്ന മഞ്ഞ് പോലെ എന്ന്, ആ തണുപ്പും സ്നേഹമില്ല. തീപ്തോസിൻ്റെ ഒരുവനെ എൻ്റെ ഹൃദയം തണുപ്പിച്ചു എന്ന് പറയും. അതായത് ചൂട് പിടിച്ചിരിക്കുന്ന ഈ ഹൃദയത്തിൽ, ടെൻഷനായിട്ട് വെച്ചിരിക്കുന്ന ഈ ജീവിതങ്ങളിൽ ഒരു ആശ്വാസത്തിൻ്റെ കുളിർകാറ്റ് കൊടുക്കാനായിട്ട് ആത്മീയതയ്ക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് സ്പിരിച്വാലിറ്റി? അവിടെ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ആനന്ദത്തിൻ്റെ ഒരു കുളിർ തെന്നൽ പകരാനായിട്ട് സാധിക്കണം. സഹോദരത്തിൻ്റെ മനോഹരത്ത് ആ സുരഭില സൗരഭ്യം പകർത്തുവാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ വ്യർത്ഥമാണ്. അങ്ങനെയുള്ളിടത്ത് എന്താ പറയുന്നത്? അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനം കൽപ്പിച്ചിരിക്കുന്നത്. That is where the Lord has promised his blessing, life that never ends. ശാശ്വതമായ ജീവൻ, നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നതിന് അവിടെയാണ് ശാശ്വതമായ ജീവൻ. It is like the dew on Mount Hermon falling on the hills of Zion. ഈ ഒരു അനുഭവത്തിലേക്ക് വരാൻ നമുക്ക് നമ്മളെ തന്നെ അർപ്പിക്കാം. സഹോദരന്മാരുടെ ഒത്തൊരുമിച്ചുള്ള വാസം, ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവരുടെ ഒത്തൊരുമിച്ചുള്ള വാസം, അവരുടെ ഐക്യം, അവരുടെ സ്നേഹം, ഇത് കണ്ടിട്ട് നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നതിനാൽ എൻ്റെ ശിഷ്യന്മാരെന്ന് അറിയുമെന്നാണ് യോഹന്നാന്റെ സുവിശേഷ കർത്താവ് പറഞ്ഞത്. സ്നേഹമില്ലെങ്കിൽ ശിഷ്യത്വം എങ്ങനെയാണ്? സ്നേഹത്തിലാണ് ശിഷ്യത്വം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. ആ സ്നേഹത്തിൻ്റെ പൂർണ്ണത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ ഞങ്ങളെ നടത്തണമേ, നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തയുടെ സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നപ്പോൾ ഇത് കാണുന്ന കലഹവും ഭിന്നതയും എല്ലാം മാറി സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ, സഹോദരത്തിൻ്റെ ഒരു ഒത്തൊരുമിച്ചുള്ള ഒരു അനുഭവം ഏവർക്കും നൽകാൻ ഞങ്ങൾ തിരുസന്നിധി സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിഘാതമായിരിക്കും ദുഷ്ടശക്തികളെ അവിടെ നിന്ന് മാറ്റണമേ. സത്യത്തിൻ്റെ ആത്മാവിനാൽ ഏവരും പ്രചോദരാകുവാൻ ആത്മാവിൻ്റെ അഭിഷേകം ഓരോരുത്തരിലേക്കും പകരണമേ. കർത്താവേ, സഭാ നേതൃത്വങ്ങളിലേക്ക് പകരണമേ, ഓരോ വ്യക്തി ജീവിതങ്ങളിലേക്കും പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേക തൈലം അപ്പോൾ അത് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന, അത് അങ്കിയുടെ വിളമ്പിലേക്ക് ഒഴുകുന്നതായ സമൃദ്ധിയുടെ അനുഭവം ഏർക്കുണ്ടാകണമേ. നന്ദിയോടെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. തന്നെല്ലാ കൃപകൾക്കായ സ്തുതി ഞങ്ങൾ തൊഴുന്നതിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ചിറകുകൾ മറച്ചുകൊള്ളണമേ, തിരു രക്തത്താൽ പൊതിയണമേ, മഹത്വം അവിടുന്ന് മാത്രം എടുക്കണമേ. ധർമാവതീയത്തിൻ്റെ മഹത്വത്തിനായി തന്നെ. ആമേൻ. ദൈവം തന്ന സ്നേഹം എൻ ജീവിതമാകെ മാറ്റി. കാൽവരി ക്രൂശിലെ സ്നേഹം, സ്വന്ത പുത്രനെ നൽകിയ സ്നേഹം, ആ സ്നേഹം തന്നൊരു മോചനം, സ്വന്ത ജീവൻ നൽകിയ യേശുവേ. ജീവിപ്പിക്കുന്നതും ജീവനേകുന്നതും സമൃദ്ധമാം ജീവനും നീയല്ലോ.